കൊതു കടിച്ചതാ. കൊതു കാന കുത്തുന്ന പോലെ കുത്തുന്നു. നല്ലൊരു ഉറക്കായിരുന്നു. അതാ നശിച്ച കൊതു കൊണ്ടുപോയി കളഞ്ഞു. മക്കളെ എണീച്ചോ? അമ്മേ എണീക്കേണ്ടി വന്നു. അങ്ങനെ പറഞ്ഞേ? ഓ എന്തൊരു കൊതു അമ്മേ. ആ റൂമിൽ കിടക്കുമ്പോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ആ റൂം കിട്ടുന്ന എനിക്ക് തോന്നില്ല. അല്ല അപ്പൂപ്പനെ ഇനിയിപ്പോ ഇവിടെ ഒരാഴ്ച നിക്കുന്ന പറഞ്ഞു കേട്ടെ. ഒരാഴ്ച? ഒരാഴ്ച. അതെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം മക്കളെ. ഞാൻ എന്താ ചെയ്യാ? അപ്പൂപ്പൻ വല്ലപ്പോഴല്ലേ വന്ന് നിൽക്കുന്നുള്ളൂ. പിന്നെ വയസ്സായ ഒരാളല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ശരിയാ, നമ്മൾ പോയി ഫുഡ് ഇട്ടേക്ക്. അത് മക്കളെ, അത് പിന്നെ അപ്പൂപ്പൻ ഫുൾ തിന്ന് തീർത്തു. ഇനിയിപ്പോ ഉച്ചക്കേ ഫുഡ് ഉണ്ടാവുള്ളൂ. അത് പിന്നെ ഇനി അമ്മ ഉച്ചക്ക് ചോറ് ഉണ്ടാക്കി തരാം കേട്ടല്ലോ. മക്കൾ ഈ കാര്യം ചെയ്യ്, പോയി പല്ല് വെച്ച് കുളിച്ച് ഫ്രഷ് ആയിരിക്കും. അമ്മ ഉച്ചയാകുമ്പോഴത്തേക്കും ഫുഡ് ഉണ്ടാക്കി തരാം. മോട്ടിന്റെ കൂടെ. നീ എന്തിനാ വീട്ടിൽ പോന്നേ? അത് പിന്നെ കിരണിന്റെ ചേച്ചി എന്റെ ഫ്രണ്ടാ. അപ്പൊ ഞാൻ അവളോട് സംസാരിച്ചിരുന്നോളാം. എന്നാ രണ്ടാളും പോയി വാ. അമ്മ അപ്പത്തേക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. ശരി അമ്മേ. എടാ പതുക്കെ പറ, അമ്മ കേക്കണ്ട. അല്ല നീ എന്തിനാ കിരണിന്റെ വീട്ടിൽ പോകുന്നപ്പോ? എനിക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ടാ ഞാൻ വരാന്ന് പറഞ്ഞേ. വാ. അമ്മേ, ഇതൊരു മോട്ടോ. എന്ത് പറ്റിടാ ഇങ്ങോട്ടൊക്കെ? അല്ല അങ്ങനെയല്ല, നീ പൊതുവെ ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ. ആടാ നീ വന്നോ? ഞാൻ വരണ്ടാന്നല്ലോ പറഞ്ഞേ. ചേച്ചി സുഖല്ലേ? എടാ സുഖാ. എവിടെ നിന്റെ ചേച്ചി അമ്മയൊക്കെ കണ്ടില്ലല്ലോ? ചേച്ചി റൂമിലാണെന്നാ തോന്നുന്നേ. അമ്മ അവിടെ ഉണ്ട്, ഞാൻ ഇപ്പൊ വിളിക്കാം. അമ്മേ, അതെ അമ്മേ, കൊറേ കാലായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അല്ല അമ്മ, കീർത്തി എവിടെ? അവളെ കണ്ടില്ലല്ലോ. ശരി അമ്മേ. ശരി അമ്മേ. എന്ത് പറ്റിയടാ മോട്ടു? നിന്റെ മുഖമൊക്കെ വല്ലാണ്ടായല്ലോ. ഏതപ്പൂപ്പൻ? അപ്പൂപ്പൻ എന്തോ കുഴപ്പം? എന്താ അപ്പൂപ്പൻ എന്തോ? നീ കൊറേ നേരല്ലേ നിക്കുന്നേ, ഇവിടെ ഇരുന്ന് പറ. അല്ലടാ എന്താ സംഭവിച്ചേ? എടാ അപ്പൊ നിനക്ക് വിശക്കുന്നില്ലേ? എന്ത് പറയാനാടാ, നല്ല വിശപ്പുണ്ട് എനിക്ക് ചേച്ചിക്ക്. എന്തേലും തിന്നാൻ കിട്ടുന്ന വിചാരിച്ചിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. നിക്ക്, ഞാൻ അമ്മേനോട് ചോദിച്ചു നോക്കട്ടെ എന്തേ തിന്നാണ്ടോന്ന്. ഒന്ന് വേഗം ആയിക്കോട്ടെ. അമ്മേ അമ്മേ അമ്മ ഇവിടെ രാവിലത്തെ എന്തെങ്കിലും ബാക്കിയുണ്ടോ കഴിക്കാൻ? അമ്മ എന്നാ അത് എടുത്തു വെച്ചോ, എനിക്ക് വിശക്കുന്നുണ്ട്. അമ്മേ എന്നാ വാട മോട്ടു. താങ്ക് യു അമ്മേ, നല്ല ഫുഡായിരുന്നു. നീ എന്റെ അമ്മേനെ പറ്റി എന്താ വിചാരിച്ചേ? അതന്നെ. എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നോ? അമ്മ എന്താ ഇവിടെ? കൊറേ നേരമായിട്ട് നിങ്ങളെ കാണാത്തോണ്ട് വന്നു നോക്കിയതാ. ആണോ? എന്ത് പറ്റി? വേഗം വീട്ടിലേക്ക് വന്നേ, നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. ഒരു സർപ്രൈസ് ഉണ്ടെന്നേ, വീട്ടിലേക്ക് വാ. ശരി. ഓക്കെ ബൈ. എന്നാ ശരി കീർത്തി, അമ്മേ പോയി വരാട്ടോ. ശരി മോളെ. ബൈ മീരേ. ബൈ. എന്നാ ശരി ട്ടോ, പോയി വരാം. ശരി. എന്നാ ബാ പോവാ. അമ്മ കാത്തിക്കാൻ വയ്യ. എന്തെന്നാലും സർപ്രൈസ്? അതൊക്കെ ഉണ്ട്, നീ വീട്ടിലേക്ക് വാ. എന്താ അമ്മ കാത്തിരിക്കാൻ വയ്യാത്തോണ്ടല്ലേ? അമ്മ പറ. ശരി പറയാം. വീട്ടില് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ത് സാധനം? എന്തായിരിക്കും? ഞാൻ വീട്ടില് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണിയോ? വേണോ? കഴിക്കാം. അമ്മ പോയിക്കോ, ഞങ്ങൾ വരാം.
ഒരു ഐഡിയ ഇല്ല. നിന്റെ വയറാണെങ്കിൽ ഫുള്ളാ. ഒരു തുള്ളി ഫുഡ് പോലും നിന്റെ വയറ്റിൽ പോവില്ല. എന്റെ അവസ്ഥ തന്നെ. അമ്മേനോട് ഇത് പറഞ്ഞാൽ നമുക്ക് നല്ലോണം കേൾക്കും. ഇപ്പൊ എന്തായാലും തിന്നല്ലേ പറ്റൂ. തിന്നോ. അത് നമുക്ക് വീട്ടിലെത്തിയിട്ട് ആലോചിക്കാടാ. വാ. അയ്യോ ബിരിയാണി വേണ്ട.